ഹലോ. അപ്പൊ നമ്മള് ഡാർജിലിംഗിലാണുള്ളത്. ടോയ് ട്രെയിൻ ഉണ്ടല്ലോ ഡാർജിലിംഗിൽ പോണ, ഇതിലാണ് പോവാ. ഇതെടുത്ത് വേണ്ടി വരുന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ സിക്കിമിലെ യാത്രകൾക്ക് ശേഷം നമ്മൾ ഡാർജിലിംഗിലേക്ക് പോന്നിരിക്കുകയാണ്. ഇപ്പോൾ പുലർച്ചെ 4 മണിക്ക് ഞങ്ങൾ ടൈഗർ ഹിൽസിലെ വ്യൂ പോയിന്റ് കാണാൻ പോവാണ്. അവിടെ സൂര്യോദയം കാണാനാണ് പോകുന്നത്. 5:45 സൂര്യ ഉദിക്കുന്നത്. റൂമിൽ നിന്ന് കുറച്ച് ദൂരമുള്ളത് കൊണ്ട് ഞങ്ങൾ നേരത്തെയാണ് ഇറങ്ങിയത്. ഇന്നലെ വൈകിട്ടാണ് ഞങ്ങൾ ഇവിടെ സിക്കിമിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയത്. അപ്പം ടൈഗർ ഹിൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് സ്റ്റേറ്റിലുള്ള ഒരു പർവ്വത നിരയാണ്. 8500 അടി ഉയരത്തിലാണ് ഈ പർവ്വതം നിൽക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ കാഞ്ചൻജംഗയുടെ വിഷ്വൽസ് നമുക്ക് കാണാൻ കഴിയും. അതിനപ്പുറത്തൊരു കുഞ്ഞു പോലെ എവറസ്റ്റും കാണാൻ കഴിയും എന്നാണ് പറഞ്ഞത്. ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കച്ചവടക്കാരെയും ഇവിടെ കാണാൻ കഴിയും. മഫ്ലർ, ജാക്കറ്റ് തുടങ്ങിയ ഐറ്റംസ് വിൽക്കുന്നവരെയും ചായ, കാപ്പി എന്നിവ വിൽക്കുന്ന കച്ചവടക്കാരെയും നമുക്കിവിടെ കാണാൻ കഴിയും. അങ്ങനെ ഇവിടെ കുറെ വിനോദസഞ്ചാരികൾ ക്യാമറ ഓൺ ആക്കിയിട്ട് സൂര്യൻ ഉദിക്കുന്നതും കാത്ത് നിൽക്കാണ്. അധികം വൈകാതെ സൂര്യൻ ഉദിച്ചു വന്നതും അവിടെയുള്ള വിനോദസഞ്ചാരികളെ മുഴുവനും ദൃശ്യവിസ്മയത്തിലാക്കി. കാഞ്ചൻജംഗ അടക്കമുള്ള മലനിരകൾ ഗോൾഡൻ കളറിലേക്ക് മാറുന്നത് കണ്ട് അങ്ങനെ നേരം പരപരാന്ന് വെളുത്തപ്പോൾ ഞങ്ങൾ മലയിറങ്ങി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതാണ് കാണുന്നത്. അടുത്ത് കാണാൻ പോകുന്നത് ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. പോകുന്ന വഴിയിൽ വഴിയോര കച്ചവടക്കാർ രാവിലെ തന്നെ തങ്ങളുടെ കച്ചവട സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വേണ്ടി റെഡിയാക്കി എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. ഹിമാലയൻ റെയിൽവേ ഇതുവഴി പോകുന്നുണ്ട്. റെയിൽവേ പാളത്തിലാണ് സാധനങ്ങളെല്ലാം വൃത്തിയാക്കി അടുക്കി വെച്ചിട്ടുള്ളത്. അടുത്തത് ഞങ്ങൾ കാണാൻ പോകുന്നത് കൂർക്കവാർ മെമ്മോറിയലിലേക്കാണ്. ഇവിടേക്കുള്ള പ്രവേശന ടിക്കറ്റിന് 50 രൂപയാണ് ചാർജ്. ഇന്ത്യക്ക് വേണ്ടി പോരാടി രക്തസാക്ഷിത്വം വഹിച്ച കുറേ കൂർക്ക വിഭാഗത്തിൽ പെടുന്ന ആർമിക്കാർക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു സ്മാരകമാണ് ഇത്. അവരുടെ പേരും വിവരണങ്ങളൊക്കെ ഇവിടെ നൽകിയ ബോർഡിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ കാഞ്ചൻജംഗ മനോഹരമായിട്ട് കാണാൻ കഴിയും. കൂടുതൽ അടുത്ത് കാണുന്നതിന് വേണ്ടി 50 രൂപ കൊടുത്താൽ ബൈനോക്കുലർ വെച്ച് വളരെ അടുത്ത് ദൃശ്യങ്ങൾ കാണാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് ഡാർജിലിംഗിലാണ്. ഡാർജിലിംഗിൻ്റെ വ്യൂ പോയിന്റാണ്.
ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ച് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യവും ഇവിടെ വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷണമാക്കിയിട്ടുണ്ട്. ഹിമാലയൻ റെയിൽവേയുടെ ഭാഗമായ ടോയ് ട്രെയിൻ സിലിഗുരിയിൽ നിന്നും ഡാർജിലിംഗിലേക്കാണ് സർവീസ് നടത്തുന്നത്. മലനിരകളിൽ നിന്നും മുകളിലേക്ക് പോകുന്ന റെയിൽവേയുടെ വേഗത നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇടയ്ക്കിങ്ങനെ റൗണ്ട് ആകൃതിയിലുള്ള റെയിൽവേ റൗണ്ട് ആണ് ബറ്റാസിയ ലൂപ്പ്. 1000 അടി ഉയരത്തിൽ കയറിയാണ് ഈ ബറ്റാസിയ ലൂപ്പ് ഉള്ളത്. ഹലോ, അപ്പോൾ നമ്മൾ ഡാർജിലിംഗിലാണുള്ളത്. ഡാർജിലിംഗിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കൂർക്കവാർ മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ടൊരു പാർക്കാണിത്. അതിലുള്ള വിഷ്വൽസ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടോയ് ട്രെയിൻ ഉണ്ടല്ലോ ഡാർജിലിംഗിൽ പോകണ, ഇതിലാണ് പോവാ. ഇതിലാണ് പോവാ. ഇതാരാണ് ഇവരൊക്കെ കാഞ്ചൻജംഗയുടെ മൈക്രോസ്കോപ്പിലൂടെ ദൃശ്യങ്ങൾ കാണും. കാഞ്ചൻജംഗ ചേർത്തി വേണ്ടി വരുന്നു. എന്താ ബോഗി തെറ്റിയോ? ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പൊ നമ്മളിനി ഇവിടുന്ന് മടങ്ങാണ്. അപ്പൊ ഇതെന്താ സ്ഥലപ്പേര്? എന്തൊരു പാർക്കാണ്. എന്ത് പാർക്കാണ്? എന്തോ ഒരു പാർക്കാണ് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റി. ഇപ്പൊ ഡാർജിലിംഗിൽ ഞങ്ങള് കണ്ടിട്ട് ഇത് മടങ്ങാണ്. ഇനി അടുത്ത വ്യൂ പോയിന്റിലേക്ക് ഞങ്ങൾ പോവാണ്. വെൽക്കം ടു ഡാർജിലിംഗ്. ശരി, പുക പറത്തേ. വെൽക്കം ടു ഡാർജിലിംഗ് യൂണിയൻസ്. അപ്പൊ പുക നീരാവി പറയുന്ന സ്കൂള്. ഇവര് സ്കൂൾക്ക് പോവാണ്. ഇവിടെ തോന്നുന്നു സ്കൂള്. വലിയതൊന്നും സംഭവിച്ചില്ലല്ലോ. അത് മതി.